നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. കാട്ടുതീ കനേഡിയൻ പട്ടണമായ ജാസ്പറിന്റെ പകുതിയോളം നശിപ്പിച്ചതായി അധികൃതർ. ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് ജാസ്പർ നഗരത്തെ വെണ്ണീറാക്കി കാട്ടുതീ പടരുകയാണ്. അഗ്നിശമന സേനാംഗങ്ങളുടെ ആത്മവീര്യങ്ങളെല്ലാം ചോർത്തി വന്യമായ തീ കെട്ടിടങ്ങളെ വിഴുങ്ങുന്നു. മരണങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും 20,000 വിനോദസഞ്ചാരികളും 5,000 താമസക്കാരും ആൽബർട്ട പ്രവിശ്യയിലെ പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്. ഏകദേശം 36,000 ഹെക്ടർ ഭൂമി ഇതുവരെ തീയുടെ ചൂടിൽ വെന്തുരുകുകയാണ്. 30 മുതൽ 50% വരെ കെട്ടിടങ്ങൾ ഇതിനോടകം പൂർണ്ണമായും കത്തി നശിച്ചു. 2.5 ദശലക്ഷം ആളുകൾ പ്രതിവർഷം സന്ദർശിക്കുന്ന ജാസ്പർ നാഷണൽ പാർക്ക് ഏതാണ്ട് പൂർണ്ണമായും തീ വിഴുങ്ങിയ നിലയിലാണ്. പ്രദേശത്തെ റെയിൽ, ഫോൺ, വൈദ്യുതി സേവനങ്ങളെ കാട്ടുതീ സാരമായി ബാധിച്ചു. ലോകമെമ്പാടുമുള്ള നൂറുകണക്കിന് അഗ്നിശമന സേനാംഗങ്ങൾ അഹോരാത്രം നടത്തുന്ന അഗ്നിശമന സേവനങ്ങൾ വേഗം ഫലപ്രാപ്തിയിൽ എത്തുമെന്ന് ആൽബർട്ട പ്രീമിയർ ഡാനിയല സ്മിത്ത് പ്രത്യാശ പ്രകടിപ്പിച്ചു. ട്രംപിന്റെ രണ്ടാം വരവ് കാനഡയ്ക്ക് ആശങ്കയുണ്ടാക്കുമെന്ന് സർവേ. ആംഗസ് റീഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് പ്രകാരം ട്രംപ് ഭരണത്തിൽ തിരിച്ചെത്തിയാൽ കാനഡയ്ക്ക് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് 2/3 കനേഡിയരെന്ന് സർവേ. ആഗോളസ്ഥിരത, US കാനഡ ബന്ധങ്ങൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായുള്ള ഐക്യം, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടം എന്നിവയ്ക്ക് ട്രംപിന്റെ രണ്ടാം ടേം പ്രതികൂലമാകുമെന്ന് പ്രതികരിച്ചവരിൽ ഭൂരിഭാഗവും അഭിപ്രായപ്പെട്ടു. ബംഗ്ലാദേശി കുടിയേറ്റക്കാരാൽ വീർപ്പുമുട്ടി ക്യൂബക്. സംവരണ കലാപം കത്തിപ്പടരുന്ന ബംഗ്ലാദേശിൽ നിന്ന് ക്യൂബക്കിലേക്ക് അഭയം തേടുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയെന്ന് റിപ്പോർട്ടുകൾ. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ കണക്കുകൾ പ്രകാരം ജനുവരി മുതൽ ജൂൺ വരെ ക്യൂബക്കിൽ മാത്രം 2,865 ബംഗ്ലാദേശികൾ അഭയം തേടി. കഴിഞ്ഞ വർഷം ആകെ 12,900 താഴെയായിരുന്നു. എന്നാൽ നിലവിലെ നിരക്കിൽ വർഷാവസാനത്തോടെ പ്രവിശ്യയിൽ 22,000-ലധികം ബംഗ്ലാദേശി കുടിയേറ്റക്കാരുണ്ടാകാമെന്ന് കണക്കുകൾ പറയുന്നു. ഡ്രോൺ വിവാദം. കനേഡിയൻ വനിതാ സോക്കർ ടീം ഹെഡ് കോച്ച് ബെവ് പ്രിറ്റ്സ്മാനെ സസ്പെൻഡ് ചെയ്തു. കാനഡയുടെ ഒളിമ്പിക് വനിതാ ഫുട്ബോൾ ടീം തങ്ങളുടെ എതിരാളികളെ നീക്കങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ചോർത്തി. സംഭവം വാർത്തയായതിന് പിന്നാലെ ന്യൂസിലൻഡിനെതിരായ കാനഡയുടെ ആദ്യ ഒളിമ്പിക് മത്സരത്തിന് ഹെഡ് കോച്ച് വിട്ടുനിന്നെങ്കിലും കോച്ച് ബെവ് പ്രിറ്റ്സ്മാനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കനേഡിയൻ സോക്കർ കമ്മിറ്റി ഉത്തരവിട്ടു. ഡ്രോൺ പറത്തിയതായി കരുതുന്ന 2 സപ്പോർട്ട് സ്റ്റാഫ് അംഗങ്ങളെ അടിയന്തരമായി നാട്ടിലേക്ക് തിരിച്ചയക്കാൻ കാനഡ തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഒളിമ്പിക്സ് ആരംഭിക്കും മുന്നേ പാരീസിൽ ആക്രമണം. ഫ്രാൻസിലെ അതിവേഗ റെയിൽ ശൃംഖലയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കഴിഞ്ഞ രാത്രി പാരീസിലെ റെയിൽ സംവിധാനത്തിന് നേരെ തീവെപ്പുണ്ടായതായാണ് റിപ്പോർട്ട്. ഇതോടെ ഭൂരിഭാഗം മേഖലകളിലെ റെയിൽ ഗതാഗതം താറുമാറായി. ജോലി ചെയ്തിരുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 20 കോടി രൂപയുമായി മുങ്ങിയ കൊല്ലം സ്വദേശിനി ധന്യ മോഹൻ കീഴടങ്ങി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ധന്യ കീഴടങ്ങിയത്. ഇവർക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കീഴടങ്ങൽ. തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായ കൊല്ലം തിരുമുല്ലവാരം നെല്ലിമുക്ക് സ്വദേശി ധന്യമോഹനാണ് ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് 20 കോടിയുമായി മുങ്ങിയത്. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ജനറൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കറി ഹൗസ് മിസിസാഗ, ജോജു അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.